നമസ്കാരം ബ്രോസ്. നമ്മുടെ ബേൺലി വേഴ്സസ് ചെൽസി പ്രീ മാച്ച് ഡിസ്കഷൻ അല്ല, പ്രീ മാച്ച് ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയോ സാധനം കാണിക്കാന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത്. എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് എന്തോ കാണുന്നു എന്നൊക്കെ പറയണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഗ്രേറ്റ്. നമസ്കാരം. ഇത് എന്ത് കഷ്ടമാണ് സ്റ്റേർലിംഗ് അഗൈൻ. മോശമല്ല, മുഡ്രിക്കിനെ കാട്ടിലും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് മെച്ചൂർ ആയിട്ടുള്ള പ്ലെയർ സ്റ്റേർലിംഗ് ആയതുകൊണ്ട് അവനെ സ്റ്റാർട്ടിപ്പിക്കുന്നതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവനീ കിടന്നിങ്ങനെ തമാശക്ക് ചാൻസസ് മിസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്തിൽ എനിക്ക് വലിയ വിഷമം തോന്നുന്നില്ല. പിന്നെ ഫൈനലി വി ഹാവ് പ്രോപ്പർ ലൈനപ്പ്. ബ്രോയ സ്റ്റാർട്ട് ചെയ്തു. ലിറ്റിൽ സർപ്രൈസ് ആയിട്ടോ ജാക്സൺ വുഡ് സ്റ്റാർട്ട്. പക്ഷെ ബ്രോയ കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്തുകൊണ്ട് പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അതില് നല്ല കാര്യം. സി അഗൈൻ സ്റ്റേർലിംഗ് എല്ലാവരും പറയുന്നതിൽ ഭയങ്കര ക്രിറ്റിസിസം. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. കാരണം ഈസ് എ മോസ്റ്റ് എക്സ്പീരിയൻസ് പ്ലെയർ. മുഡ്രിക്കിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ഒരു എന്താ പറയുക കമ്പോസ്ഡ് ഒരു പ്ലെയർ ആണ്. അപ്പോ ഹാവിങ് സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ഇസ് നോട്ട് എ ബാഡ് തിങ്. അതെനിക്ക് ഒട്ടും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേർലിംഗിന് കുറെ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അവൻ ഫിനിഷിംഗ് ഭയങ്കര ശോകമാണ്. അവൻ വെറുതെയാണ് അവൻ അവിടെ കിടന്നു. അവൻ ആകെ കൂടെ ഒരൊറ്റ കളിയാണ് ലൂട്ടൺ ടൗണിനെതിരെ ഒരു കളി കളിച്ചിട്ട് നമ്മൾ വെറുതെ കുതിപ്പിച്ച് വിട്ടു എന്നല്ലാണ്ട്. ബട്ട് സ്റ്റേർലിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എനിക്ക് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. മുഡ്രിക്ക് സ്റ്റിൽ ഡ്രോ. നമുക്കിപ്പോഴും കണ്ടറിയാം മുഡ്രിക്ക് സ്റ്റിൽ ഡ്രോ. മുഡ്രിക്ക് ഇഞ്ചോർഡ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. ഒരു മിനിറ്റ്, കൂപ്പന്റെ എല്ലാം പോയല്ലോ. സോറി, എന്തൊക്കെയോ ഞാൻ ഈ മൊബൈലിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ പിടിച്ചിങ്ങനെ തള്ളിയതാണ്. ഓക്കെ. അപ്പൊ കമ്മിങ് ബാക്ക് ടു ദിസ്, മുഡ്രിക്ക് ഇഞ്ചോർഡ് ഒന്നും അല്ല. മുഡ്രിക്ക് ഇസ് നോട്ട് ഇഞ്ചോർഡ്, ഹീസ് ദർ. പക്ഷേ ഐ ഡോണ്ട് ബ്ലെയിം പോസിറ്റീവ് ഫോർ സ്റ്റാർട്ടിംഗ് സ്റ്റേർലിംഗ്. കാരണം when you have somebody like a Sterling in your team, you obviously start him over Mudryk. Mudryk is still raw. അവന്റെ ഒരു 82 മില്യൺ ടാർഗറ്റ് മാറ്റി നിർത്തിയിട്ട് അവനൊരു പഴയ കാലം മത്സരനോടോ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സോ ഡെഫിനറ്റ്ലി യെസ്. അതെ അർജുൻ, ഞാൻ ക്വൈറ്റ് കോട്ടപ്പ്. പല കാര്യങ്ങളായിട്ട് ഞാനിപ്പോ തിരക്കിലാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് വീഡിയോസ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റുന്നില്ല. ബേൺലി ആയിട്ട് ഇന്ന് വിൻ ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, അതൊരു വിൻ ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. ബട്ട് നമുക്ക് കണ്ടറിയാം പോസ്റ്റ് മാച്ച് മിക്കവാറും ചെയ്യും. ഞാൻ അവൈലബിൾ ആണ് മിക്കവാറും പോസ്റ്റ് മാച്ച്, അൺലെസ് സംതിങ് എൽസ് കംസ് അപ്പ്. ബ്രോ, ഈ മാച്ച് കുറച്ചുകൂടെ അഞ്ജിത്ത് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പൺ ആണ്. കാരണം ബേൺലി ഒരു പൊസിഷൻ ബേസ്ഡ് ടീമാണ്. സോ ചെൽസി ഹാവ് എ ഗുഡ് ചാൻസ് പ്രോബ്ലി. യെസ്, സോ ഡെഫിനറ്റ്ലി യെസ്. നോ ഹൈപ്പ്, ഓൺലി ഹോപ്പ്. സി നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മുഡ്രിക്കിന് എല്ലാ ഗെയിം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവന് ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളത്. ചുമ്മാ എല്ലാ ഗെയിം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രം അവൻ ഡെവലപ്പ് ആവുമൊന്നുമില്ല. കഴിഞ്ഞ 3 കളിയിൽ ദി സോ പ്രോഗ്രസ്. എനിക്ക് തോന്നുന്നു ചെൽസി ഫാൻസ് ആർ വെരി ബയസ്ഡ് ടുവേർഡ്സ് മുഡ്രിക്. ഭയങ്കര ബയസ്ഡ് ആണ്. അവൻ എല്ലാ ഗെയിംസും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ശരി. കാലം മച്ചനോട് തന്നെ നമ്മൾ ബയസ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് പരുവത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അതുപോലെ തന്നെ മുഡ്രിക്കിനെ നമ്മൾ കുറെ ഹൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ മുഡ്രിക് എന്നുള്ള ഒരു പേര് മാറ്റി ഒരു സാധാരണ ഒരു ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ യു പുട്ട് എ നെയിം ലൈക്ക് സം അതർ നെയിം. അവൻ ഇടയ്ക്ക് കുറച്ച് എക്സ്പ്ലോസീവ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അവനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം വേണം. അതിനിങ്ങനെ കളിക്കണം. കുറച്ച് ഗെയിംസ് ഫുൾ കൊടുക്കണം, 70 മിനിറ്റ്സ് കൊടുക്കണം, ബ്രിങ് ഇൻ സം സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു എല്ലാം കൊണ്ടുവരണം. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ബേൺലി ബസ് പാർക്കിംഗ് ആണോ? ദെൻ വി മസ്റ്റ് യൂസ് കാർണി. ഇഞ്ചുറിയും തിരിച്ചു വന്നല്ലേ ഉള്ളൂ. അപ്പൊ അവനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിൽ ശരിയില്ല. പിന്നെ ഗാലഗർ ഹാസ് ബീൻ പ്ലേയിങ് ബ്രില്യന്റ്ലി. പിന്നെ എൻസോ ഫെർണാണ്ടസ് ഡി പി നിന്ന് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പുറത്തെ പാൽമർ ഉണ്ട്. സോ നമുക്ക് പാൽമർ ഉണ്ട്. അപ്പൊ നമുക്ക് ബാലൻസ് വേണം. ചുമ്മാ കുറെ ക്രിയേറ്റേഴ്സിനെ കൊണ്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അടുക്കില്ല. ഗാലഗർ ഓടി പണിയെടുത്തോളൂ. അപ്പോ അതുകൊണ്ട് ഐ തിങ്ക് ദിസ് ലൈനപ്പ് ഇസ് ഗുഡ്. എനിക്ക് സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു ക്രിറ്റിസിസവും തോന്നുന്നില്ല. വെൻ യു ഹാവ് എൻ എക്സ്പീരിയൻസ് പ്ലെയർ ലൈക്ക് സ്റ്റേർലിംഗ്, ബെറ്റർ ഗിവ് ഹിം എ ചാൻസ്. പിന്നെ നമുക്ക് മുഡ്രിക് ഉണ്ട്. ഒരു 60 മിനിറ്റ്സിൽ അവനൊന്നും കാണിച്ചു കൂട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാലും മുഡ്രിക്കിനെ കൊണ്ട് ഇറക്കി കൊണ്ടുവരാം. സോ ദാറ്റ് ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി. സോ ഐ വുഡ് ഓൾവേസ് സ്റ്റാർട്ട്. മൈ ചോയ്സ് ഇസ് സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്തതിലൊരു ബെസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ബെസ്റ്റ് പെർഫോമർ ബെഞ്ച്ഡോ. അനീഷ് ഏത് കളിയാണ് കാണുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ കളിയിൽ ഹി വാസ് നോട്ട് ദ ബെസ്റ്റ് പെർഫോമർ. ഹി ഈസ് ഡൂയിങ് ഗുഡ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ബയസ്ഡ് ആണ് എല്ലാവരും. ബെസ്റ്റ് പെർഫോമർ ശരിക്കും പറഞ്ഞാൽ ഇവനായിരുന്നു. ഗാലഗറും പാമറും ഒക്കെ ആയിരുന്നു. പാമറിനെ ബെഞ്ച് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നിലവിളിച്ചാനെ. പക്ഷെ ഹി ഈസ് പ്ലേയിങ് ഗുഡ്.
ഒരു 90 മിനിറ്റ് അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നൊന്നുമില്ല. അവൻ അടിപൊളി ഗോൾ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ 90 മിനിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് അവൻ കളിക്കുന്നില്ല. അവന് ടൈം എടുക്കും, കുറച്ചൊക്കെ ഒന്ന് സെറ്റായി വരാനുണ്ട്. ഇയാൻ മാഡിസൺ മാഞ്ചസ്റ്റർ സിറ്റിയുമായി റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. റൂമേഴ്സ് കേൾക്കാനാണോ പാട്? എത്ര റൂമേഴ്സ് ഉണ്ട്? എംബാപ്പെ, മെസ്സി വരെയായിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു ചെൽസിക്ക്. പിന്നെയാണോ ഈ ഇയാൻ മാഡിസൺ? കുക്കുറയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അതേ ഇപ്പൊ കുക്കുറയ പുള്ളി വരെ ഇപ്പൊ എല്ലാ കളിയും കളിച്ചോണ്ടിരിക്കുന്നു. സോ ദിസ് ഇസ് ഫുട്ബോളിൽ എന്ത് വേണമെങ്കിലും മാറ്റി മറിക്കാം. സോ യു വിൽ നെവർ നോ. ലൈനപ്പ് ബാക്ക് ഫോർ തന്നെയാണ്. സോ വി സ്റ്റിൽ ഹാവ് ദാറ്റ് സെയിം ബാക്ക് ഫോർ. എനിക്ക് ഇഷ്ടപ്പെട്ടു പോച്ചറ്റിനോന്റെ കൺസിസ്റ്റൻസി. ഹീസ് ഗിവിംഗ് എ പെയറിംഗ് ഓഫ് ദിസാസി സിൽവ കൺസിസ്റ്റന്റ് ഗെയിം ടൈം, കോൾബിൽ കൺസിസ്റ്റന്റ് ഗെയിം ടൈം, കുക്കുറയുടെ പെർഫോമൻസിനെ റിവാർഡ് ചെയ്യുന്നു, ബ്രോയുടെ പെർഫോമൻസിനെ റിവാർഡ് ചെയ്യുന്നു, പാൽമർ ലുക്ക് ഷാർപ്പ്, എൻസോ ഫെർണാണ്ടസിനെ നമ്പർ 6/8 ആയിട്ട് കളിപ്പിക്കുന്നു. സോ ഐ തിങ്ക് ഹി ഗോട്ട് ഹിസ് ഫോർമുല റൈറ്റ്. ലാസ്റ്റ് ഗെയിമിൽ ഫുൾഹാമിനെതിരെ ഫൈനലി ഹി ഗോട്ട് ദാറ്റ് ടീം ബാലൻസ് ആൻഡ് ദാറ്റ് ഫോർമുല റൈറ്റ്. ഇപ്പൊ സ്റ്റേർലിംഗിന്റെ ഒരു ക്രിറ്റിസിസം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ റോങ് തിങ്. ഒരു 60 മിനിറ്റ്സ് സ്റ്റേർലിംഗിനെ പോലെ ഒരു എക്സ്പീരിയൻസ് പ്ലെയറിനെ കളിപ്പിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവന്റെ ക്രിറ്റിസിസം എന്നാണ് ഫിനിഷ് ചെയ്യുന്നില്ല, അതല്ലേ ഉള്ളൂ. ആൻഡ് പോരാത്തതിന് സ്റ്റേർലിംഗ് ഇപ്പൊ പ്രോപ്പർ ഒരു ലെഫ്റ്റ് വിങ് ആയിട്ടാണ് കളിക്കുന്നത്. ഇതുവരെ കളിച്ചൊക്കെ റൈറ്റ് വിങ്ങിലല്ല കളിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നു. അവനെ കളിപ്പിച്ചിട്ട് അവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്യിപ്പിക്കട്ടെ. സോ വൈ നോട്ട്. മാറ്റിസൺ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല. മാറ്റിസൺ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കണ്ടറിയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എത്രത്തോളം കളിപ്പിക്കുന്നു എന്ന് അവനൊരു കോൺഫിഡൻസ് വേണ്ടി. ഇതിപ്പോ ഒക്ടോബർ അല്ലേ ആയിട്ടുള്ളൂ, നവംബർ ഡിസംബർ. അവൻ എന്നാലും ഗെയിം ടൈം കിട്ടും, ഗെയിം ചാൻസ്. ഐ തിങ്ക് പോർച്ചുഗൽ ലുക്സ് ആൻഡ് സീസ് ഹിം ആസ് എ, എന്താ പറയുക, ഒരു വേഴ്സറ്റൈൽ പ്ലെയർ, ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടല്ല കാണുന്നത്. ഐ തിങ്ക് ഈ സീൻസിൽ ഈ പുള്ളിക്കാരൻ കാണുന്നത് പുള്ളിക്കാരനായ റൈറ്റ് വിങ്ങർ അല്ലെങ്കിൽ ഒരു നമ്പർ 10, ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണ്. സോ അപ്പോ ജാക്സന്റെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ, അല്ല ജാക്സൺ, അപ്പോ മാറ്റസന്റെ ഒരു കേസിലാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്നെ അത് യെസ് ബ്രോ. പല ടൈമിൽ പല ഒപ്പീനിയൻ ആണല്ലോ. ലാസ്റ്റ് ഗെയിം തോറ്റപ്പോ വൈ സ്റ്റേർലിംഗ്. സി, ക്രിറ്റിസിസം ഇസ് ക്രിറ്റിസിസം. ഞാൻ പല ടൈമിൽ പല ഒപ്പീനിയൻ അല്ല ഞാൻ പറയണത്. മൈ ക്രിറ്റിസിസം ഇസ് ഓൾവേസ് എ ക്രൈസ്. സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചാൽ മോശമായിട്ട്. ഇപ്പൊ സ്റ്റേർലിംഗ് ഈ കളി സ്റ്റാർട്ട് ചെയ്തു, ലെറ്റ്സ് അവന് 2 ചാൻസ് അവൻ മിസ്സാക്കി, അവനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്റെ പോയിന്റ് അതിലല്ല. എന്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കളിയിൽ സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ മോർ എക്സ്പീരിയൻസ് റിസോഴ്സ്. ആ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിട്ട് പോച്ചിറ്റീവിനെ യൂസ് ചെയ്യുന്നു. ഇനി അവൻ ഫയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്നാലും മുഡ്രിക് ഉണ്ട്. ആൻഡ് മുഡ്രിക്കിന് പതുക്കെ ഗെയിമിൽ ഡെവലപ്പ് ചെയ്ത് കുറെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. കാരണം മുഡ്രിക്കിന് ഒരു കാരണം അല്ലെങ്കിൽ ഭയങ്കര പ്രഷർ ആവും മുഡ്രിക്കിന്റെ മേളിൽ. വി ഹാവ് എ ഫ്രണ്ട് 3 ഓഫ് ടോട്ടലി ഇൻഎക്സ്പീരിയൻസ് പീപ്പിൾ. 19 വയസ്സുള്ള ബ്രോയ, 19 വയസ്സുള്ള പാൽമർ, പിന്നെ ഒരു 19 വയസ്സുള്ള മുഡ്രിക്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട് 3 ആർ ജസ്റ്റ് 19, 20 ഇയേഴ്സ് ഓൾഡ്. അവിടെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് അവന്റെ ക്രിറ്റിസിസം എന്താണ്? ഹീസ് നോട്ട് ഫിനിഷിംഗ്. കഴിഞ്ഞ 2-3 കളികളിലെ ചാൻസസ് ഫിനിഷിംഗ് ഹാസ് ബീൻ അറ്റർ പോർ. ഇനിയിപ്പോ ബ്രോയായിട്ട് അവന്റെ ഒരു ലിങ്കപ്പ് വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഇനി അപ്പൊ മോശമായിട്ട് കളിച്ചു. കഴിഞ്ഞ കളിയിൽ അവനെ ഇറക്കിയില്ല, ഇനി ഈ കളിയിൽ അവനെ ലെഫ്റ്റ് വിങ്ങിലിട്ട് കളിപ്പിക്കുന്നു. സോ മോശമായിട്ട് കളിച്ചു. മൈ ക്രിറ്റിസിസം ഇസ് നോട്ട്, എന്താ പറയുന്നത്, അഗൈൻസ്റ്റ് പെർഫോമൻസ്. മൈ ക്രിറ്റിസിസം ഇസ് അഗൈൻസ്റ്റ് പെർഫോമൻസ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ഓൺ ദ ലൈനപ്പ്, പെർഫോമൻസ് അല്ല. അനീഷ് പറയുന്നു, ഇൻ മൈ ഒപ്പീനിയൻ മുഡ്രിക് ഹാഡ് അനദർ ചാൻസ് ടു സ്കോർ വെൽ, ഹാഡ് ഹി ഷുഡ് ഹാവ് ബീൻ ബെറ്റർ. ജസ്റ്റ് ഐ അഗ്രി അനീഷ്, ഐ ഡോണ്ട് ഡിസ്അഗ്രി വിത്ത് യുവർ പോയിന്റ്. ഞാൻ ആ പോയിന്റ് അഗ്രി ചെയ്യുന്നു. എന്റെ ഒരു പോയിന്റ്, മുഡ്രിക്കിനെ ഈ കളി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം സ്റ്റേർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതിൽ ഒരു എക്സ്പീരിയൻസ് പോലെ ഒരു പ്ലെയറിനെ അവിടെ കൊണ്ടുവന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് മുഡ്രിക്ക് കളിക്കാൻ പാടില്ല എന്നുള്ളതല്ല. മുഡ്രിക്ക് ഒരു 19-20 വയസ്സുള്ള കാരനെ കഴിഞ്ഞ 3 കളിയിൽ അവന് സ്റ്റാർട്ട് കിട്ടി. മേ ബി ഒരു ചെറിയ ഇഞ്ചുറി നികൾ ഉണ്ടാവും, അതിൽ നിന്നൊരു തിരിച്ചു വരാൻ മേ ബി മെഡിക്കൽ ടീം പറഞ്ഞിട്ടുണ്ടാവും ഒരു 30 മിനിറ്റ് കൊടുത്താൽ മതി. അപ്പൊ അവൻ അങ്ങനെ ടീമിലേക്ക് കോൺഫിഡൻസ് കൊണ്ടുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അവനെ കളിപ്പിക്കാത്തതുകൊണ്ട് അവനെ പോച്ചറ്റീനോ പറയും, സി യു ആർ നോട്ട് സ്റ്റാർട്ടിങ് ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ റീസൺ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവനെ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ളതല്ല. മുഡ്രിക് പ്ലേഡ് വെൽ. ഗാലഗർ, പാമർ ആൻഡ് എൻസോ വാസ് ടോപ്പ്. മുഡ്രിക് വാസ് ക്ലോസ് ടു സെക്കൻഡ് ഇൻ ദാറ്റ് പെർഫോമൻസ് ഉള്ളതാണ് മൊത്തത്തിൽ. സോ ഇറ്റ്സ് നത്തിങ് റോങ് മുഡ്രിക് ബെഞ്ചിലിരിക്കുന്നത്. യു സ്ലോലി ബിൽഡ് ദ കോൺഫിഡൻസ് ഓഫ് എ പ്ലെയർ ആൻഡ് ഹി ഹാസ് ടു ഡെവലപ്പ് അ ലോട്ട്. മുഡ്രിക് അവന്റെ ഓഫ് ദ ബോൾ മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അവൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസീവ് വർക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹി ഈസ് ബിൽഡിംഗ് ദാറ്റ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിലാണ് കഴിഞ്ഞ ഗോൾ വന്നത്. സോ there's nothing wrong. എന്നെ സംബന്ധിച്ച് there's nothing wrong starting Sterling. ചെൽസി ഇപ്പോഴും ഹൈ ബോൾ കൺട്രോൾ ഇല്ല. മേ ബി ബൺലി ആ വീക്ക് പോയിന്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്.
മുഡ്രിക് പ്ലേയിങ് ലെവലിലില്ല, ഷിബിൻ മുഡ്രിക് പ്ലേയിങ് ലെവലിലില്ല. വിക്ടർ ഓസിമൻ അടുത്ത സമ്മർ. പിന്നെ വിക്ടർ ഓസിമൻ ഈ ട്രാൻസ്ഫർ റൂമേഴ്സ് കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും. വിക്ടർ ഓസിമൻ അല്ല, ആൻഡ് ദി അതർ തിങ് ഇസ് ദ ലാസ്റ്റ് ടൈം ഔട്ട് സ്റ്റെർലിംഗ് വാസ് പുവർ ആൻഡ് വാട്ട് മുഡ്രിക് ഹി വാസ് ഔട്ട്. സോ സ്റ്റെർലിംഗ് വാസ് പുവർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, വേർ വാസ് ഹി പുവർ? ഹി വാസ് പുവർ ഇൻ ദ ഫൈനൽ ഔട്ട്പുട്ട്. ഫിനിഷിംഗ് മോശമായിരുന്നു അല്ലെ? സ്റ്റേർലിംഗ് പ്രീ സീസണിലും തുടക്കത്തിലൊക്കെ ഭയങ്കര മോശമായിരുന്നു, അതായത് ഫൈനൽ തേർഡിൽ തന്നെ മോശമായിരുന്നു. ഇപ്പൊ ഫിനിഷിംഗിലാണ് മോശം. സോ കുറെ ഏരിയാസിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് ഹി ബ്രിങ്സ് ദാറ്റ് എക്സ്പീരിയൻസ് എലമെന്റ് നൗ. അതിന്റെ അർത്ഥം ഹി ഷുഡ് നോട്ട് പ്ലേ വെൽ എന്നുള്ളതല്ല. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഹി മസ്റ്റ് ബി ദ മോസ്റ്റ് പുവറസ്റ്റ് പ്ലെയർ ഇൻ ദ ഫീൽഡ്. സോ ഓക്കെ, നമുക്ക് എപ്പോഴും മുഡ്രിക് ഉണ്ടല്ലോ കളിക്കാനായിട്ട്. വി സ്റ്റിൽ ഹാവ് മുഡ്രിക് ടു യൂട്ടിലൈസ് ഹിസ് പ്ലേസ്. മൈ പോയിന്റ് ഇസ് യു ഹാവ് സംബഡി ഹൂസ് എക്സ്പീരിയൻസ് റിസോഴ്സ്, വൈ നോട്ട് യൂസ് ഹിം? അത്രേ ഉള്ളൂ. ടിബിൻ പറയുന്നു പല ടൈമിൽ പല ഒപ്പീനിയൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കേൾക്കുന്ന രീതി തെറ്റായിരിക്കും. അല്ലാണ്ട് എന്റെ ഒപ്പീനിയനിൽ ഇപ്പോൾ പറയുന്നു പോച്ചിന്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്ന്. അതാണ് ടിബിൻ ടോമി ഞാൻ പറയുന്നതല്ല കേൾക്കുന്നത്. ടിബിൻ ടോമിക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നു അത് പറഞ്ഞേ ഉള്ളൂ. കളിക്ക് തോറ്റുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ട് പോച്ച് മണ്ടനാണ്, അതുകൊണ്ട് ആണ് കോൾവിലിനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുന്നതെന്ന് അല്ല. സോ ടിബിൻ, ഐ തിങ്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ട് എടുക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ഈ ചാനൽ കാണുന്നവരോട് പലതവണ ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. സെയിൽസിലാണോ കച്ചവടം ഉണ്ടോ ഒരുത്തിനും ഒന്നും ചോദിക്കില്ല. ഐ റിപ്പീറ്റ്, നിങ്ങൾ സെയിൽസ് ഫീൽഡിലാണോ വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരു ബോസും ഒരുത്തിനും ഒന്നും ചോദിക്കില്ല അല്ലേ സുലഭ? സെയിൽസിലാണെങ്കിൽ നമ്മൾ ആരോടും ഒന്നും ചോദിക്കില്ല. കച്ചവടം കൊണ്ടൊന്നും ആരും ഒന്നും ചോദിക്കില്ലല്ലോ, ബോസുമാരൊന്നും ചോദിക്കില്ല. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അതാണ്. നേരെ മറിച്ച് നിങ്ങൾ സെയിൽസിലാണ്, നിങ്ങൾ കച്ചവടം കൊന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും, നീ രാവിലെ എവിടെ പോയി, എത്ര മണിക്ക് നീ എവിടെ പോയി, നീ എത്ര പേരെ കണ്ടു, നീ എന്ത് സംസാരിച്ചു, എത്ര ഡെമോ ചെയ്തു, എത്ര ക്ലോസ് ചെയ്തു, എത്ര പേരെ മീറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കും. പോച്ചറ്റീനോ തന്റെ ലൈനപ്പിൽ വേണമെങ്കിൽ സിൽവേനെ തന്നെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കളിച്ചേക്കാം. അതാണ് നിർബന്ധം. ഇപ്പൊ സിൽവേനെ ലെഫ്റ്റ് വിങ്ങായിട്ട് കളിപ്പിച്ചു, മണ്ടത്തരമാണ്. കാരണം എന്താണ്? അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. നേരെ മറിച്ച് ഫുൾഹാമിനെതിരെ കോൾവെലിനെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിച്ചപ്പോൾ ആ കളിപ്പിച്ച രീതിയിൽ കോൾവെലിന് കുറെ ഓവർലാപ്പ് ചെയ്യാനായിട്ടുള്ള സ്പേസിലും ആ ഒരു അസിസ്റ്റിലുമാണ് നമ്മൾ ഗോൾ വന്നത്. അപ്പൊ അതുകൊണ്ട് കോൾവെലിനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുക മാത്രമല്ല അത് യൂട്ടിലൈസ് ചെയ്യിപ്പിച്ചു. പിന്നെ കുക്കുറയ റൈറ്റ് ബാക്ക് ഇട്ട് കളിപ്പിച്ചു. ഞാൻ മാത്രം പ്രൊഡക്റ്റ് ചെയ്താണ് പ്രീ മാച്ചിൽ കുക്കുറയ ആയിരിക്കും റൈറ്റ് ബാക്ക്, ചിൽവെല് ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും എന്നുള്ളത്. കഴിഞ്ഞില്ല ബ്രൈറ്റനെതിരെയുള്ള ഒരു കളി. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇല്ല കുക്കുറയ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ല, കുക്കുറയ റൈറ്റ് ബാക്ക് ആവാനും ചാൻസ് കൂടുതൽ. ആൻഡ് റൈറ്റ് ബാക്ക് ഇട്ട് കളിപ്പിച്ചു ആൻഡ് ഹീസ് പ്ലേയിങ് ബ്രില്യൻലി. സോ ഒരാളെ എവിടെ കളിപ്പിച്ചാലും തെറ്റില്ല, പക്ഷെ കളിപ്പിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കളിപ്പിക്കണം. അതാണ് ഒരു കോച്ചിന്റെ കഴിവ്. ആ കോച്ചിന്റെ ഇപ്പൊ ഉദാഹരണത്തിൽ എൻജോ ഫെർണാണ്ടസിനെ നമ്പർ 10 ഇട്ട് കളിപ്പിച്ചു. എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു, ഞാനും ക്രിട്ടിസൈസ് ചെയ്തു. കാരണം അവന്റെ റോൾ അല്ല. പക്ഷെ കഴിഞ്ഞ കളിയിൽ എൻജോനെ കളിപ്പിച്ചത് ഓൺ എ ഡബിൾ പിവറ്റ് സ്ലാഷ് നമ്പർ 8 റോളിലാണ് എൻജോനെ കളിപ്പിച്ചത്. എവിടെ? അലോങ് വിത്ത് കൈസഡോ. ഗാലഗർ ആണ് നമ്പർ 8 നമ്പർ 10 റോൾ കളിപ്പിച്ചത്. അപ്പോ സോ ഹീസ് ചേഞ്ച് ദാറ്റ് ടാക്ടിക്സ്. അപ്പോ ടാക്ടിക്സ് മാറ്റുമ്പോൾ നല്ല രീതിയിൽ പറയുന്നു. പിന്നെ കളി തോക്കുമ്പോൾ പറഞ്ഞിട്ട് പോസ്റ്റ് മണ്ടനാണെന്നല്ല. ഇപ്പൊ ബ്രൈറ്റനെതിരെ കളിച്ചു, ബ്രൈറ്റനെതിരെ കളിച്ച് നമ്മൾ ജയിച്ചു. ആ വേണമെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്റെ മാച്ച് റിവ്യൂ വീഡിയോ എടുത്ത് നോക്കിയോ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നെഗറ്റിവിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടാക്ടിക്സ് ക്രിട്ടിസൈസ് ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടാക്ടിക്സ് വർക്ക് ആവാണ്ടിരിക്കുമ്പോഴാണ്. പക്ഷെ ടാക്ടിക്സ് വർക്ക് ആവുമ്പോൾ നമ്മൾ എന്തിനും ക്രിട്ടിസൈസ് ചെയ്യണം. ഇപ്പൊ ഇന്ന് സ്റ്റേർലിങ്ങിനെ ഇറക്കി. ഓക്കെ, ഞാൻ പറയുന്നു സ്റ്റേർലിംഗ് ഇറക്കിയതിന് തെറ്റില്ല. ബിക്കോസ് വൈ? സ്റ്റേർലിംഗ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. നൗ ലെറ്റ് സപ്പോസ് ഫസ്റ്റ് ഹാഫിൽ സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു. അപ്പൊ ഞാൻ വന്നിട്ട് പറയും സ്റ്റേർലിംഗ് മോശമായിട്ട് തന്നെ കളിച്ചു, പക്ഷെ സ്റ്റേർലിങ്ങിനെ ഇറക്കിയത് തെറ്റല്ല. പറഞ്ഞത് സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു. എന്റെ ക്രിറ്റിസിസം എവിടെയാണ്? ലെറ്റ് സപ്പോസ് ഇന്ന് സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു, 85ാമത്തെ മിനിറ്റിലാണ് മുഡ്രിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും എന്റെ ക്രിറ്റിസിസം. ഒരു പ്ലെയർ മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിന് 50ാമത്തെ മിനിറ്റിലോ 60ാമത്തെ മിനിറ്റിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മുഡ്രിക്ക് ബെഞ്ചിലുണ്ടെങ്കിൽ മുഡ്രിക്കിനെ കൊണ്ടുവരണം. അല്ലാണ്ട് 85ാമത്തെ മിനിറ്റിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പൊ സോ ദ ക്രിറ്റിസിസം ഇസ് സ്പെസിഫിക് ടു ഈച്ച് മൊമെന്റ്, അല്ലാണ്ട് മൊത്തത്തിലൊരു ക്രിറ്റിസിസം അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് അമീർ പറയുന്നത് എന്ത് എക്സ്പീരിയൻസ് ആണ് സ്റ്റേർലിംഗ് കാണിച്ചു തന്നത്, വിച്ച് ഇസ് വെരി ട്രൂ. ഇതൊരു നല്ലൊരു ചോദ്യമാണ്, എന്ത് എക്സ്പീരിയൻസ് ആണ് സ്റ്റേർലിംഗ് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് സ്റ്റേർലിംഗിന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ സ്റ്റേർലിംഗിനെ ക്രിറ്റിസൈസ് ചെയ്യണം. സ്റ്റേർലിംഗിനെ സെലക്ട് ചെയ്ത പോച്ചറ്റീനോ എനിക്ക് തെറ്റാവുന്നതാണ്. കാരണം പുള്ളിക്കാരൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇരുന്ന് കാണുന്നു, he looks at a senior player, he finds he is playing really, doing really well in the training. Maybe
സ്റ്റേർലിംഗ് ക്യാൻ ഹെൽപ്പ് ഇൻ ടേംസ് ഓഫ് ബ്രേക്കിംഗ് ദ ഡിഫൻസ് ഓഫ് ബേൺലി. പുള്ളിക്കാരൻ അത് ചിന്തിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും സ്റ്റേർലിംഗിനെ ഇറക്കുന്നത്. അത് തെറ്റാണോ ഇല്ലേ എന്നുള്ളത് ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഇനി ആദ്യ പകുതി കഴിഞ്ഞ് തെറ്റാണ്, എന്നിട്ട് പോച്ചിറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസം ഇസ് ഓൺ പോച്ചിറ്റീവ്. എസ് കെ ബ്രോ, മുഡ്രിക്ക് വല്ല ഇഞ്ചുറി കൺസേൺ കാരണമാണോ സ്റ്റാർട്ട് ചെയ്യാത്തത്? ഇഞ്ചുറി കൺസേൺ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ഇഞ്ചുറി കൺസേൺ ആവാൻ രണ്ട് ചിലപ്പോൾ മെഡിക്കൽ സയൻസ് ടീം പറഞ്ഞിട്ടുണ്ടാവും മുഡ്രിക്കിന് 90 മിനിറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഒരു അഭിജിത്ത് പറഞ്ഞ ഒരു മൈനർ ഇഞ്ചുറി അതാവണം എന്നുള്ളത്. ഈ വീക്കിലെ യൂസിയൽ മാച്ചസ് എന്തെങ്കിലും കണ്ടിരുന്നു? ഞാൻ PSG-യുടെ ന്യൂ കാസലിന്റെയും കളി കണ്ടിരുന്നു. ഇത്രയും മാച്ച് ആയില്ലേ, എക്സ്പീരിയൻസ് പ്ലെയർ ആയ സ്റ്റേർലിംഗ് എന്ത് ചെയ്തു ഇതുവരെ? അഗൈൻ ഇറ്റ്സ് എ റൈറ്റ് ക്വസ്റ്റ്യൻ. അസ്തു പറയുന്ന പോലെ ഇപ്പൊ ഞങ്ങളും ചെൽസിക്കാരൻ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പറഞ്ഞപ്പോ ഞങ്ങൾ ചെൽസിക്കാരന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ചാനൽ, അത് സ്റ്റാർട്ട് ചെയ്തു. നമസ്കാരം, ഒരൊറ്റ സെക്കൻഡ്, ഞാൻ ആ ചാനലിന്റെ ഇത് ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇത് ചാനലാണ്, വാട്സാപ്പ് ഗ്രൂപ്പ് അല്ല. വാട്സാപ്പ് ഗ്രൂപ്പും ചാനലും തമ്മിൽ വ്യത്യാസമുണ്ട്. ചാനൽ ഞങ്ങളുടെ അനൗൺസ്മെന്റ്സിന് വേണ്ടി മാത്രമാണ്, വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വെറും അനൗൺസ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് ചാനലിൽ വേണമെങ്കിൽ ആർക്കും ജോയിൻ ചെയ്യാം, അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സോ കമ്മിങ് ബാക്ക്, അത് നോൺ ചെൽസി ഫാൻസോ ആർക്ക് വേണമെങ്കിലും, ഇനി നോ റെസ്ട്രിക്ഷൻസ്, ഓപ്പൺ ഫോർ ഓൾ, ജസ്റ്റ് എ ചാനൽ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ് ഡിസ്കഷൻ, സ്റ്റേർലിംഗ് എന്ത് ചെയ്തു തരാം? അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ഹാവിംഗ് എക്സ്പീരിയൻസ്, വിച്ച് ഇസ് ട്രൂ. എക്സ്പീരിയൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആൻഡ് മേ ബി സ്റ്റേർലിംഗ് എന്താ ചെയ്തതെന്നുള്ള വളരെ സ്ട്രോങ് ക്രിറ്റിസിസം ആണ്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അഗൈൻ മൈ പോയിന്റ് ഇസ്, ഈ ഒരു കളിയിൽ ദിസ് പെർട്ടിക്കുലർ ഗെയിം സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്തത് പോച്ചറ്റിനൊരു തോട്ട് പ്രോസസ്സിൽ തെറ്റായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. തെറ്റാണെങ്കിൽ തെറ്റാണ്, അത്രേ ഉള്ളൂ. ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പുള്ളിക്കാരൻ ഈ നമ്മൾ മേസൺ മൗണ്ട് എത്ര മോശമായിട്ട് കളിച്ചാലും അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലായിരുന്നു ഫ്രാങ്ക് ലാംപാർഡ്, ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ മേസൺ മൗണ്ടിനെ കളിപ്പിച്ചു തന്നെയല്ല, മോശമായിട്ട് കളിക്കാണെങ്കിൽ ഒരു പ്ലെയറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കും. ഉദാഹരണത്തിൽ വിഷ്ണു പറയുന്ന പോലെ ചുക്കുമേക്ക ഇസ് ബാക്ക്, വൈ ഡോണ്ട് യു പ്ലേ ഹിം? Ubaid, best sports bar in Bangalore to watch the game, please and thank you. I don't know, bro. I'll have to check it and let you know. Okay. Escape കുറച്ച് റിയാക്ഷണറി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. Poach has never been a problem. Poach has been a problem. How can you say Poach has not been a problem? Poach has been a problem. ഇല്ല എന്ന് നിങ്ങൾ പറയാൻ പറ്റും. You don't start Chilwell at the left wing. You start him, you play him, you make him score goals. He played back three against Luton Town, Nottingham Forest. Back three, Nottingham Forestനെതിരെ, അതായത് മിഡ് ബ്ലോക്ക് അല്ലെ ഡി ബ്ലോക്ക് ഇരുന്ന് കളിക്കുന്ന ഒരു ടീമിനെതിരെ. That's reactionary. You play Enzo Fernandez as a number 10, where clearly he was not a number 10, or പുള്ളിക്കാരനെ നമ്പർ 10 കളിപ്പിച്ചിട്ട് പുള്ളിക്കാരൻ ക്ലിക്ക് ആയില്ല. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്പർ 10 ആയിട്ട് കളിപ്പിച്ച് ക്ലിക്ക് ആയില്ല, പിന്നെ നമ്പർ 10 ആയിട്ട് വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരുന്നു. You played Kukure as a right back, he played well, thumbs up. You played Colville as a left back, now he's playing well, thumbs up. So credit where it is due. പക്ഷേ criticism where it is criticism. And Pochettino's biggest criticism has been his lineup and പ്ലെയറിനെ തന്റെ റോളിൽ കളിപ്പിക്കുക. കഴിഞ്ഞ 2 കളികളായിട്ടുള്ള പുള്ളിക്കാരൻ പ്ലേയേഴ്സിനെ തന്റെ റോളിൽ കളിപ്പിക്കും. മൂന്നാമത്തെ കളി ഇത്. സ്റ്റേർലിംഗ് ആസ് എ ലെഫ്റ്റ് വിങ്, പാമർ ആസ് എ പ്രോപ്പർ റൈറ്റ് വിങ്, ബ്രോയ, പിന്നെ നമ്മുടെ പ്രോപ്പർ മിഡ്ഫീൽഡ്. കഴിഞ്ഞ കളിയിലാണ് എൻസോ പ്ലേഡ് ആസ് എ ഡബിൾ പിവറ്റ് / നമ്പർ 8. അപ്പോൾ ഒരു 4-3-3 ഫോർമേഷൻ ശരിക്കും പറഞ്ഞാൽ കാണാൻ കിട്ടിയത് കഴിഞ്ഞ കളിയിലാണ്. അതിന് മുമ്പത്തെ കളികളൊക്കെ ഹിസ് ലൈനപ്പ് ആൻഡ് ഹിസ് പ്ലെയർ പൊസിഷനിങ് വാസ് വെരി വെരി പോർ. അതിൽ ഹി ഹാസ് ബീൻ ദ പ്രോബ്ലം, ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ക്രെഡിറ്റ് വേർ ഇറ്റ് ഇസ് ഡ്യൂ. പുള്ളിക്കാരൻ മുഡ്രിക്കിനെ കൊണ്ട് ഗോൾ അടിപ്പിച്ചു, അല്ലെങ്കിൽ മുഡ്രിക്ക് ഗോൾ അടിച്ചു. അത് മുഡ്രിക്കിന്റെ മേലുള്ള കോൺഫിഡൻസ് കൊണ്ടുവരിക, ബിൽഡ് ചെയ്യിപ്പിക്കുക, അറ്റാക്ക് ബിൽഡ് ചെയ്യിപ്പിക്കുക. വേറെ പാൽമറിനെ കഴിഞ്ഞ 2 കളികളായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു, ബിക്കോസ് പാമർ ഹാസ് ബീൻ എ വെരി ഗുഡ് പ്ലെയർ. എൻസോനെ വീണ്ടും തന്റെ പൊസിഷനിൽ കളിപ്പിക്കുന്നു. സോ ക്രെഡിറ്റ് വേർ ഇറ്റ് ഇസ് ഡ്യൂ. അതായത് പുള്ളിക്കാരൻ തന്റെ മിസ്റ്റേക്സിൽ നിന്ന് അല്ലെങ്കിൽ താൻ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ശരിയാക്കുന്നു എന്നുള്ളത്. സോ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകർക്കൊക്കെ അതൊന്നും ഇഷ്ടമല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ആ പോച്ചിറ്റിന് സൂപ്പറാണ്, ബെസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ ഹാപ്പി ആവുള്ളൂ. അല്ലാണ്ട് അതൊന്നുമില്ല. അഭിനേഷ്, സ്റ്റേർലിംഗിൽ ഒരു വിശ്വാസമില്ല ബ്രോ. 100% എഗ്രി. യെസ്. ബ്രോയെ ഏജ് 22. ഐ മീൻ ബ്രോയെ 22 വയസ്സായെങ്കിലും പുള്ളിക്കാരന്റെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്, യെസ്. ഇത് IT ഫീൽഡ് അല്ല. ഇത്രയും ഇൻഎക്സ്പീരിയൻസ് ആയ ടീമിനെ വെച്ച് കളിപ്പിക്കുമ്പോൾ ജയിപ്പിക്കാൻ പറ്റില്ല. ഈ ടീം വെച്ച് നോക്കിയാൽ ഗെയിം പ്ലേ ആണ് ഇതുവരെ ചെൽസി കളിച്ചിട്ടുള്ളത്.
സോ ഇത് എന്തിന്റെ കമന്റ് ആണെന്ന് അഭി എനിക്ക് മനസ്സിലായില്ല. എൻസോ ഡസൻ ഷൂട്ട്. യെസ്, ഇന്ന് സ്റ്റേർലിംഗ് മോശമായി കളിച്ചാൽ നിങ്ങൾ അവനെ കുറ്റം പറയരുത്. ഞാൻ പറയും. സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചാൽ ഞാൻ കുറ്റം പറയും. വൈ നോട്ട്? അഗൈൻ സ്റ്റേർലിങ്ങിനെ ചൂസ് ചെയ്ത് പോച്ചറ്റീനോക്കെതിരെയല്ല ക്രെഡിറ്റിസം. സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ മോശമായിട്ടെന്നുള്ളത് പറയും. അല്ലാണ്ട് സ്റ്റേർലിങ്ങിനെ അവൻ കളിപ്പിച്ചത് കൊണ്ട് അവനെ നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവുന്നില്ല. അതായത് നിങ്ങളുടെയൊക്കെ ഇതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്ലെയേഴ്സിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ഒരു പ്ലെയർ മോശമായിട്ട് കളിച്ചാൽ കുറ്റം പറയരുത്. സ്റ്റേർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതിന്റെ റീസൺ പോച്ചറ്റീനോ എന്നാണ് ചിന്തിച്ചത് എന്നുള്ളത് എനിക്ക് കുറ്റം തോന്നുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെ സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ സ്റ്റേർലിങ്ങിന് കുറ്റം പറയാം. അവൻ അവസരം കിട്ടി അവൻ നശിപ്പിച്ചില്ലേ? സ്റ്റേർലിങ്ങിന് കുറ്റം പറയാണ്ട് പിന്നെ ആരെ കുറ്റം പറയും? പോച്ചറ്റീനോ കുറ്റം പറയാൻ പറ്റും. പോച്ചറ്റീനോ അവൻ അവസരം കൊടുത്തു. ഇനി പോച്ചറ്റീനോ എപ്പോൾ കുറ്റം പറയും? സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു, 85ാമത്തെ മിനിറ്റിലാണ് മുഡ്രിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങും. അപ്പൊ അവിടെ പോച്ചറ്റീനോ നമ്മൾ കുറ്റം പറയും. കാരണം എന്ത് കണ്ടെത്താണ് 85 മിനിറ്റ് വരെ ഇവന് അവസരം കൊടുത്തതെന്നുള്ളത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. Why no nowadays live nowadays more and very very busy, totally caught up with a lot of stuff. നമ്മുടെ ഫിസിക്കൽ കോച്ചസ് ചേഞ്ച് ചെയ്യാൻ ടൈം ആയിരുന്നു. നമ്മൾ പുതിയ ഫിസിക്കൽ കോച്ചസ് ആണ്. നമ്മുടെ പോച്ചറ്റീനോന്റെ മോനാണ് ഇപ്പോഴത്തെ സ്പോർട്സ് സയന്റിസ്റ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വി ഹാവ് എ ന്യൂ ഫിറ്റ്നസ് ടീം ആസ് വെൽ. ഇന്നത്തെ മത്സരത്തിലെ വിലയിരുത്തുന്ന സഹോദരന്മാരെ പറയൂ. ഫിറോസ് ഫിറോസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തുമോ? വാട്സാപ്പിൽ ഞങ്ങൾക്ക് ഒരു പ്രോസസ് ഉണ്ട്, ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടിപ്പിക്കലി പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പൊ ഞങ്ങളത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡീഷൻ. പക്ഷെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചാനലിൽ പക്ഷെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് അനൗൺസ്മെന്റ്സ് മാത്രമേ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അസ്തു ഐ ലെറ്റ് യു നോ പ്രതി സൂൺ. ബാംഗ്ലൂരിലല്ല ഞാൻ എന്തെന്നാലും. ബി വിങ്സ് ഇസ് എ ഗുഡ് സ്പോർട്സ് ബാർ ഇൻ ബാംഗ്ലൂർ. ദെർ യു ഗോ. അശ്വിൻ ജോജോ പറയുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇൻ ടേംസ് ഓഫ് സ്പോർട്സ് ബാർ ടു വാച്ച് ദീസ് ഗെയിംസ്. ഇന്ന് ജയിക്കണം ഫൈനലി. അൾട്ടിമേറ്റ്ലി ഫിറോസ് അലി പറയുന്ന പോലെ ഐ തിങ്ക് വി ഷുഡ് വിൻ അൾട്ടിമേറ്റ്ലി. ഇപ്പൊ സ്റ്റേർലിംഗ് കളിച്ചാലും കളിച്ചില്ലെങ്കിലും അൾട്ടിമേറ്റ്ലി ദ പോയിന്റ് ഇസ് we should win, and if we win, that is, and this is the point. ഉദാഹരണത്തിൽ സ്റ്റോൺസിനെ പെപ് ഗോർഡിയോള മിഡ്ഫീൽഡിൽ ഇറക്കി കളിപ്പിച്ചു. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ബിക്കോസ് ഹി പെർഫോംഡ് ദെയർ. പക്ഷെ നേരെ മറിച്ച് ഇതേ പെപ് ഗോർഡിയോള തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്കെതിരെ ഗുണ്ടോഗനെയാണ് നമ്പർ 6 കളിപ്പിച്ചത്. അത് പരാജയമായി പോയി. സോ ദാറ്റ്സ് വെയർ ഹിസ് ക്രിറ്റിസിസം വാസ്. അതായത് പ്ലേയേഴ്സിനെ റോങ്ലി പ്രൊഫൈൽ ചെയ്ത് കളിപ്പിച്ചു. ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെൽസി അന്ന് ഗോൾ സ്കോർ ചെയ്തത്. സോ ഒരു സിറ്റി ഫാൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദേ വുഡ് ഹാവ് ക്രിട്ടിസൈസ്ഡ് ദ റോങ് സെലക്ഷൻ ഓഫ് പ്ലേയേഴ്സ്, അല്ലെങ്കിൽ റോങ് പ്രൊഫൈലിംഗ് ഓഫ് പ്ലേയേഴ്സ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൂട്ടൺ ടൗൺ വേഴ്സസ് ടോട്ടൻഹാം. അയ്യോ, ടോട്ടൻഹാം ജയിച്ചല്ലേ, സമ്മതിച്ച്. പൊട്ടന്മാരാണ് ഈ ലൂട്ടൺ ടൗൺ, ബാൻ പൊട്ടന്മാര്. 9 പേരായിട്ട് 45 മിനിറ്റ് ജയിക്കാൻ പറ്റിയില്ല. എത്ര ചാൻസസ് ക്രിയേറ്റ് ചെയ്തത്. എനിവേ, കമ്മിങ് ബാക്ക്. സോ ഓൾവേസ് ദർ ആർ 2 criticisms. One, ഒന്നില്ലെങ്കിൽ യു പ്ലേ വെൽ and then players are criticized, or if you don't play well then the coach is criticized. അബി 1 million സ്പെൻഡ് ചെയ്തിട്ടും ജയിക്കാൻ പറ്റിയ ഒരു സ്ക്വാഡ് ഇല്ല എന്നിട്ടാണ് എന്ത് പ്രോബ്ലം? ഇതിപ്പോ 1 billion സ്പെൻഡ് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി ബോർഡ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ഫോർ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് സീസൺ. ദിസ് സീസൺ വി ഹാവ് ടു പ്ലേ വെൽ, അത്രേ ഉള്ളൂ. ജാക്സൺ ഓർ ബ്രോയ, ഹൂ ഇസ് യുവർ പിക്ക്? എനിബഡി ഹൂ സ്കോർസ് ഗോൾസ്? ഐ തിങ്ക് ബ്രോയ ലിറ്റിൽ ബിറ്റ് മോർ ക്ലിനിക്കൽ ആണെന്ന് തോന്നുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ഗോൾ. പക്ഷെ ജാക്സൺ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. അതെ, ഇഞ്ചുറി റെക്കോർഡ് ഇങ്ങനെ പോയാൽ പോച്ചറ്റിനോ മോനെ നെപ്പോ കിഡ് എന്ന് വിളിക്കുവോ? കണ്ടറിയാം. സ്പേഴ്സ് ഈ സീസൺ ലക്കിയാണ്. സ്പേഴ്സ് ലക്കി മാത്രമല്ല, ആൻജെ പോസ്റ്റോഗോഗിലും നല്ലോണം കളിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു പുതിയ കോച്ച് വരുന്നതിന്റെ ഒരു ബൗൺസ് ആണ്. ഒരു 10-15 മത്സരമൊക്കെ കഴിയത്തില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ളത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ലൂട്ടൺ ടൗൺ വെറും മണ്ടത്തരം കൊണ്ട് കാണിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ. പക്ഷെ സ്പേഴ്സിന് ആദ്യത്തെ 7 മിനിറ്റിൽ 3 ചാൻസ് ഉണ്ടായിരുന്നു. റിച്ചാർഡ്സന് മനോഹരം. റിച്ചാർഡ്സന് ബോൾ എനിക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചപ്പോൾ അവന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് മാച്ച് മുഡ്രിക്ക് വരും, സെക്കൻഡ് ഹാഫ് മുഡ്രിക്ക് വരും. പുള്ളി വന്നോളും, നന്നായിട്ട് എങ്ങനെയോ ഇരുന്നാൽ മതി എന്നുള്ളത്. ഇബ്ലീസ്, യെസ്. ദ ബ്ലെയിം ഷുഡ് ബി ഓൺ ദ ബോട്ട്, നോട്ട് കോച്ച്. ഈ ചെറിയ പിള്ളേരെ മേടിച്ചു കൊടുത്ത് സീസൺ ലീഗ് അടിക്കണം പറഞ്ഞാൽ നടക്കില്ല. സീസൺ എനിക്ക് തോന്നുന്നില്ല. ബോർഡ് ഇസ് വെരി ക്ലിയർ. ദേ ഡോണ്ട് വാണ്ട് ടു വിൻ ദ സീസൺ ദിസ് ടൈം. They are very clear. The expectations are clear. ഈ സീസൺ നല്ലോണം കളിക്കുക, അടുത്ത സീസൺ മുതൽ. So they are building the team for the next 2-3 years.
ചെൽസി ഫാൻസിനാണ് എല്ലാ സീസണും ട്രോഫി അടിക്കേണ്ടത്. ഓണേഴ്സ് വളരെ വ്യക്തമാണ്, എല്ലാ സീസണും ട്രോഫി അടിക്കണ്ട, നമുക്കൊന്ന് പതുക്കെ ബിൽഡ് ചെയ്താൽ മതി. സോ ഓണേഴ്സ് ഹാവ് പേഷ്യൻസ്, നമുക്കാണ് പേഷ്യൻസ് ഇല്ലാത്തത്. Who will finish highest, Chelsea top or United? I think Chelsea will finish higher than United, not because anything else. I think United is struggling on multiple fronts. Of the field issues ഉണ്ട്, on the field issues ഉണ്ട്. Tactically there are issues. Even അമ്രാബാത്ത് വന്നിട്ട് പോലും ടീം ടാക്ടിക്കലി സെറ്റ് ആയിട്ടില്ല. ഒനാന, ഞാൻ ഞെട്ടിപ്പോയി. ഒനാന ചുമ്മാ ഗോൾസ് ആർ കൺസീഡിങ് ഫോർ ഫൺ. പോസ്റ്റിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒനാന ഗോൾ കൺസീഡ് ചെയ്യുന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോളിയുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാർപ്പായി വരുന്നുണ്ട്. റാഷ്ഫോർഡിന്റെ ഫോം ഇസ് എ ബിഗ് കൺസേൺ. കാസമീറോ തന്റെ ജീവിതത്തിൽ തന്നെ റെക്കോർഡുകൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് പഴയ പോലെ ഫയർ ചെയ്യുന്നില്ല. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് കൺസേൺ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ഗോൾ കൺസേണിങ് ഒരു യെസ്. ലൂട്ടൺ ചാൻസ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് തന്നെ വലിയ കാര്യമില്ല. ചാൻസ് അല്ലെ, ലൂട്ടൺ ടൗൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ അവന്മാർ ഗോൾ അടിക്കേണ്ടതാണ്. അബഡയോറിന് ഓപ്പൺ പോസ്റ്റിൽ ഒരു ചാൻസ് കിട്ടി, അവൻ മിസ് ചെയ്തു. പിന്നെ ഒരു 2 ഫ്രീ ഹെഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവരുടെ ലെവലിലൊക്കെ ഗോൾ അടിക്കേണ്ട ആൾക്കാരാ. എന്നാലും നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കില്ല എന്നും അത് സത്യ, അത് ചിലപ്പോൾ സത്യമായി മാറും. നമുക്ക് നോക്കാം ഇന്നത്തെ കളി എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. ഹോപ്പ്ഫുള്ളി ചെൽസി വിൻ. എനിക്ക് ഇനിയിപ്പോ പാൽമറിന് എനിക്ക് ടെൻഷൻ ഇല്ല. പാൽമർ വി ഓൾ നോ പ്ലെയർ. ഐ എം വെരി ക്യൂരിയസ് ടു സീ ഹൗ സ്റ്റേർലിംഗ് ലിങ്ക്സ് അപ്പ് വിത്ത് ദിസ് ഗൈ. അവന്റെ പേരെന്താ, ബ്രോയ. ഹൗ സ്റ്റേർലിംഗ് ബ്രോയ ലിങ്ക്സ് അപ്പ്. ഇനി അത് ലിങ്ക് അപ്പ് നടന്നില്ല എന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു സീ. മേ ബി മുഡ്രിക് ആൻഡ് ജാക്സൺ കംസ് ഇൻ ദ സെക്കൻഡ് ഹാഫ്. ബട്ട് ഐ എം pretty curious to see how the first half goes, especially for Sterling. കാരണം ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട് അവനെതിരെ. എല്ലാവരും പറയുന്നുണ്ട് വൈ ഷുഡ് ഹി സ്റ്റാർട്ട്, വിച്ച് ഇസ് എ വെരി ഫെയർ പോയിന്റ്. അതുകൊണ്ട് പോച്ചറ്റിനോ ഇസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ ഹിംസെൽഫ്. ചുക്വാമെക്ക ഇഞ്ചുറിയിൽ ഒന്നും വന്നിട്ടല്ലേ ഉള്ളൂ. സോ പോച്ചറ്റിനോ ഇസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് പ്രഷർ ഹിംസെൽഫ്. പുള്ളിക്കാരന് പ്രത്യേകിച്ച് സ്റ്റേർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേർലിങ്ങിന്റെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേർലിങ്ങിനും കിട്ടും, പോച്ചറ്റിനും കിട്ടും. അപ്പൊ അത് കണ്ടറിയാം. ചാൻസ് കൊടുത്തതിൽ ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചാൻസ് കൊടുത്ത് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കളി ചാൻസ് കൊടുക്കില്ല, അത്രേ ഉള്ളൂ. നമുക്ക് ഈ സീസൺ ടോപ്പ് 4 കയറാൻ കഴിയും. ഇഫ് യു പ്ലേ വെൽ, ജയിക്കണം കൺസിസ്റ്റന്റ് ആയിട്ട്. ഫെഡറിക്കോ വെൽവറെ പറയുന്നു ഹോളണ്ട് 2 to 3 ഫോർമാറ്റ് ഓവറോൾ ടീമിന്റെ എൻവയോൺമെന്റ് അവനെ എഫക്ട് ചെയ്യും. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള കാശ്മീർ വരെ ആ എൻവയോൺമെന്റ് സ്ട്രഗിൾ ചെയ്യുന്നു. മേ ബി യു ആർ റൈറ്റ്. മൊത്തത്തിലൊരു നോട്ട് എ വെരി ഗുഡ് എൻവയോൺമെന്റ് ടു ബി ഇൻ. മുഡ്രിക്കിനെ റിസ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ സ്റ്റെർലിംഗ് സ്റ്റാർട്ട് ചെയ്തത്? അറിയില്ല, നോ ഐഡിയ, ഐ ഡോണ്ട് നോ. ഞാൻ ട്വിറ്റർ നോക്കിയിട്ടില്ല. വി ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് എൻ ഇഞ്ചുറി കൺസേൺ ഓർ നോട്ട് എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേർലിംഗ് ഈ കളി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റേർലിങ്ങിനെയും പോച്ചറ്റിനെയും കൂടെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. സോ ഹ്യൂജ് റിസ്ക്. സോ പോച്ചറ്റിനോ വലിയൊരു റിസ്ക് ആണ് എടുത്തിരിക്കുന്നത് സ്റ്റേർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പോച്ചറ്റിനോ തോട്ട് പ്രോസസ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത്. അല്ലെ, അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ചെയ്തതെന്നുള്ളത്. ഞാൻ പെർഫോം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പോച്ചറ്റിനെയും സ്റ്റേർലിങ്ങിനെയും മോഹൻ ഓൾ ഫുട്ബോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് പിരിയും. എപ്പോൾ പിരിഞ്ഞു ചോദിച്ചാൽ മതി. ഞങ്ങളുടെ മൺഡേ നൈറ്റ് വാർ തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിന്ന് തന്നെ ഞങ്ങൾ ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെയാണോ വെരി കോംപ്ലിക്കേറ്റഡ്. അതൊക്കെ വെറുതെയാണ്. ഓരോ ട്രോളുകളും അടിയും ഇടിയും ബഹളവും ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എഫർട്ട്. ചെൽസിക്കാരൻ ഗ്രൂപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടത്ത ഒരു കഴിഞ്ഞൊരു 2.5-3 കൊല്ലമായിട്ട് വി നോ വാട്ട് ഇറ്റ് ടേക്സ്. ഇപ്പൊ ഉദാഹരണത്തിൽ വി ഹാവ് റിമൂവ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, വി ഹാവ് ആഡഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കുറെ പേര് ഇൻആക്ടിവിറ്റിയുടെ പേരിൽ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് തന്നെ ഗ്രൂപ്പ് എക്സിറ്റ് ആയിട്ടുണ്ട്. സോ അത് പറഞ്ഞെങ്കിൽ ഫുട്ബോൾ എന്നൊന്ന് ആലോചിക്കുക. ഇമ്മച്ചുവർ ആയിട്ടുള്ള കുറെ പേര് വരും. അപ്പൊ അതൊക്കെ എന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഒരേറെ കുറെ. മൊബൈൽ ഡേറ്റ അറിയാതെ യു തിങ്ക് വ്ലാഹോവിച്ച് വിൽ കം ടു ചെൽസി, ടച്ച് എ ട്രാൻസ്ഫർ. ചുക്വമേക്കാൻ ഞാൻ പറഞ്ഞില്ല സബ്സ്റ്റിറ്റ്യൂഷനിലുള്ളത്. സോ ലെറ്റ്സ് സീ ഇന്നത്തെ മത്സരം. അഗൈൻ
I don't see a risk in starting. I don't see why Pochettino അല്ല അങ്ങനെയല്ല, സ്റ്റേർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചാൽ വലിയ തെറ്റ് പോച്ചറ്റിനോട് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റേർലിംഗ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. സ്റ്റേർലിങ്ങിനും പണി കിട്ടും, പോച്ചറ്റിനും പണി കിട്ടും. അതൊക്കെ ഒരു ഇതൊക്കെ ഒരു റിസ്ക് ആണ് ഒരു കോച്ച് എടുക്കുന്നത്. So there you go. So maybe this might be one reason. Mudrik has a injury. മുഡ്രിക് ഇതുവരെയുള്ള പ്രകടനം കുറിച്ച് 2 വാക്ക് പറയാമോ? ബയൺ മ്യൂണിക് ഫാൻ എന്താണ് മുഡ്രിക്കിനെ കുറിച്ച് ഇത്രയ്ക്ക് വലിയ താല്പര്യം? ഐ തിങ്ക് ഹീസ് ഗ്രോയിങ്. കഴിഞ്ഞ കളിയിൽ ഫിനിഷ് ബിൽഡ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹിം. ഡെഫിനറ്റ്ലി ഒരു ഗോൾ അടിച്ചതിൽ നല്ലൊരു കാര്യം. ഹി ലുക്ക് ഷാർപ്പ് ദയർ. ഹീസ് ഇംപ്രൂവിങ്. ഡിഫെൻസീവ്ലി കുറെ വർക്ക് റേറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. വിളിക്കുന്നുണ്ടോ തോന്നുന്നു. അപ്പൊ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അമ്മേ, മാഡ്വിക്ക് എന്താ ചാൻസ് കിട്ടാത്തത്? അതവിടെ പാൽമർ ഉള്ളതുകൊണ്ട് മാഡ്വിക്ക് ചാൻസ് കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. സോ വി ഹാവ് പാൽമർ. പിന്നെന്താണ്? ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ കോൾ പാൽമർ ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. റിയലി ബ്രില്യൻറ്റ്, ടോട്ടലി ബ്രില്യൻറ്റ്. അത് ഐ തിങ്ക് എവറിബഡി ഈസ് അക്സെപ്റ്റഡ്. ഞാൻ എന്റെ മൊബൈൽ ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും? യെസ്, കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? കളിച്ച് വന്നിട്ട് കഴിയുമ്പോൾ എൻജോ നമ്പർ 10 കളിക്കാതിരുന്നാൽ മതി. അത് വേറൊരു ക്രിറ്റിസിസം. അഗൈൻ, ആൾക്കാർ വളരെ തെറ്റിദ്ധരിക്കുകയാണ്. ദേ ആർ നോട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു യു ക്രിട്ടിസൈസ്. അതായത് ഒന്നില്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം അഭിപ്രായം മാറ്റണം എന്നുള്ളതാണ്. ഐ എം റിയലി സർപ്രൈസ് അങ്ങനെ ഒരു ചിന്ത വരുന്നു എന്നുള്ളത്. പോസിറ്റീവിന് കുറ്റം പറയണം, പ്രശംസിക്കുമ്പോൾ പ്രശംസിക്കണം. ഇനിയിപ്പോ എന്ന് സ്റ്റേർലിംഗ് അടിപൊളിയായിട്ട് കളിച്ചു, എല്ലാവരും പറയാം പോസിറ്റീവിന് അടിപൊളി ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത്. ഇപ്പൊ സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു, എല്ലാവരും പറയാം കണ്ട പോസിറ്റീവിന് മോശമായിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നുള്ളത്. സോ ക്രിറ്റിസിസം ഇസ് ക്രിറ്റിസിസം, അപ്രീസിയേഷൻ ഇസ് അപ്രീസിയേഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഡിസ്കോഡിൽ സെർവർ ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷെ ഫുട്ബോളേഴ്സ് ലൈഫ് ചാനലിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പക്ഷെ ഇപ്പൊ ആക്റ്റീവ് അല്ല. അതിനകത്ത് എന്റെ ജീവിതം അവിടെ താറുമാറായി കിടക്കുക. മുഡ്രിക്കിന് സ്പീഡും ക്രിയേറ്റിവിറ്റിയും ഉണ്ട്. മുഡ്രിക്ക് ഹീസ് എ ഗുഡ് പ്ലെയർ. അവന് ഹി വിൽ ഡെവലപ്പ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ അവന്റെ മേലിലുള്ള പ്രഷർ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്, ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഐ തിങ്ക് പോച്ചിറ്റിനോ, എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് മേ ബി പോച്ചിറ്റിനോ ഇസ് ഡൂയിങ്. കഴിഞ്ഞ 3 കളിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ കളിയിൽ മേ ബി ഇഞ്ചുറി കൺസേൺ ഉള്ളതുകൊണ്ട് അവനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല. അവനൊന്ന് ബ്രേക്ക് കൊടുക്കുന്നു. സോ മേ ബി ഹീസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. ഐ ഡോണ്ട് നോ, മേ ബി ഹീസ് ഡൂയിങ് ദ റോങ് തിങ്. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇനിയിപ്പോ അവന്റെ ഇഞ്ചുറി കൺസേൺ കൊണ്ടാണ് അവനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാത്തത് എന്നുണ്ടെങ്കിൽ ദെയർ യു ഗോ. അതിനിപ്പോ ഉത്തരവായല്ലോ, എന്തുകൊണ്ടാണ് സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഉത്തരവായല്ലോ. അപ്പൊ മുഡ്രിക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഒരു 40-30 മിനിറ്റ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ, അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. സോ വൈ നോട്ട്? 4-2-3-1 അല്ലേ? 4-3-3. ദ ക്രിയേറ്റർ ക്ലാസിക് 4-2-3-1 അല്ല, ഒരു 4-3-3 ഹൈബ്രിഡ് 4-2-3-1 ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്ലാസിക് രീതിയിൽ ഒരു 4-2-3-1 എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓൾഡ് സ്കൂൾ 4-2-3-1 അല്ല, ഒരു മിക്സ് ആൻഡ് മാച്ച് ഓഫ് ബോത്ത് ദീസ്. അതിൽ എൻജോയിന് ഫ്രീഡം ഉണ്ട്, ഗാലഗറിന് ഫ്രീഡം ഉണ്ട്. കൈസഡോന്റെ റോളാണ് കുറെ കൂടെ ശക്തമായിട്ടിരിക്കുന്നത്. ആൻഡ് കൈസഡോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങേരും ഉണ്ട്. ആര്, എന്റെ പേരെന്താ, ഗാലഗറും ഉണ്ട് ഡിഫെൻസീവ്ലി. സോ യാ, ഓക്കെ, ശരി. ഇനി നമുക്ക് കളി കാണുമ്പോൾ അറിയാം സ്റ്റേർലിങ്ങിനെ തെറി വിളിക്കണോ വേണ്ടേ എന്നുള്ളത്. നമുക്ക് കളിയാണെന്ന് പറയാം. നമുക്ക് ഒരു മാച്ചിൽ എല്ലാം ഉണ്ടാവല്ലോ. ഐ എം പ്രെറ്റി എക്സൈറ്റഡ് ടു സീ ഹൗ പാൽമർ ലിങ്ക്സ് അപ്പ് വിത്ത് ബ്രോയ. പക്ഷെ പാൽമറിന് ശരിക്കും പറഞ്ഞാൽ പറ്റിയ പാർട്ട്ണർ ജാക്സൺ ആണ്. കാരണം ജാക്സൺ ഒരുപാട് ഓഫ് ദ ബോൾ റൺസ് നടത്തും. ബ്രോയ അതുപോലെ നടത്തുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് കളി കാണുമ്പോൾ തന്റെ ടീം സെലക്ഷനെ താൻ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എല്ലാം മത്സരം കഴിയുമ്പോൾ അറിയാൻ പറ്റും. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ഐ ഹോപ്പ് ദാറ്റ് സ്റ്റേർലിംഗ് സ്കോർസ് എ ഗോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല.
അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലൈന്റും വേണ്ട. അതല്ല, കുറച്ച് കളികൾ എന്തോ നമ്പർ 10 ആയി കളിച്ചില്ലേ, അത് വിജയിച്ചില്ല. ഇപ്പോഴും പേപ്പറിൽ ഇങ്ങനെ കൊടുത്ത് പിച്ചിൽ ബാനർ ബാക്കിൽ തന്നെ ഇറങ്ങി കളിച്ചാൽ പഴയ പോലെ ആവില്ലേ, അതാ ഉദ്ദേശിച്ചത് ജോ. അല്ല, കഴിഞ്ഞ കളി അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിങ്ങൾ ഈ ലൈനപ്പ് കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ജോ, കുക്കുറയ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ആയിട്ട് ഒരു മീഡിയയിലും ലൈനപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അറിയോ? ഈവൻ ചെൽസിയുടെ വെബ്സൈറ്റിൽ പോലും അങ്ങനെ ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നില്ല. ഫുട്മോബ് പോലും കുക്കുറേനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചത്. ആ കൂടെ ഞാൻ മാത്രമേ എന്റെ പ്രീ മാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്വിറ്ററിൽ പോലും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുക്കുറയ റൈറ്റ് ബാക്ക് കളി. ഞാൻ പറഞ്ഞു കുക്കുറയ ആയിരിക്കും റൈറ്റ് ബാക്ക്, ബിക്കോസ് ആ ലൈനപ്പ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു പോയിന്റാണ്. അല്ലാണ്ട് ഞാൻ വിദ്വാനായിട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പറിലെ കാര്യം നോക്കണ്ട, പേപ്പറിൽ ചിലപ്പോൾ എന്തോ നമ്പർ 10 ഇട്ടുണ്ടാവും, പക്ഷെ കഴിഞ്ഞ കളി എന്തോനെ ഡബിൾ പിവറ്റ് ഇട്ടാണ് കളിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് വേറൊരു കാര്യമാണ്. എന്തോനെയാണ് ഡബിൾ പിവറ്റ് ഇട്ട് കളിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഈ കളിയും കളിപ്പിച്ചാൽ മതി, അത്രേ പറയാനുള്ളൂ. സ്റ്റേർലിംഗ് ഇസ് എ ബിഗ് മിസ്റ്റേക്ക് വിവൻ. വെൽ, ഹോപ്പ്ഫുള്ളി ആ ഒരു മിസ്റ്റേക്ക് അല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം we'll have to wait and watch. സ്റ്റേർലിംഗ് മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദ ക്രിറ്റിസിസം വിൽ ബി ഓൺ പോച്ചറ്റിനോ, ക്രിറ്റിസിസം വിൽ ബി ഓൺ സ്റ്റേർലിംഗ്. ലെറ്റ്സ് സീ. എന്നാലും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കോച്ച് എന്നുള്ള രീതിയിൽ we'll have to wait and watch. ഓക്കെ, ചലോ. അപ്പൊ എവരിബഡി, നമുക്കപ്പോ വീണ്ടും സന്ധിക്കും വരെ വണക്കം. നമുക്ക് ഈ മത്സരം കഴിഞ്ഞിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.